بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇന്നത്തെ എല്ലാ വഖത്ത് നിസ്കാരവും ഇതുവരെയുള്ള എല്ലാം നിസ്കരിച്ചവർ ഇങ്ങനെ കൈ കാണിച്ചേ. എല്ലാ വക്തും നിസ്കരിച്ചവർ. ഓക്കെ, ഡൗൺ. സിദ്ര എന്താ നിസ്കരിക്കാതിരുന്നത്? നിസ്കരിച്ചിട്ടുണ്ടോ? ഹാഷിർ എന്താ നിസ്കരിക്കാതിരുന്നത്? സൗദി അറേബ്യയിലാണേ. സൗദി അറേബ്യയിൽ നിസ്കാരമില്ലേ? ഞങ്ങള് 2 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അതെന്താ നിസ്കാരമില്ലേ? ഇന്ന് സുബഹി അവിടെ കഴിഞ്ഞില്ലേ? ലൊഹർ കഴിഞ്ഞില്ലേ? ആ, അസർ കഴിഞ്ഞില്ലേ? അപ്പൊ അതൊന്നും നിസ്കരിച്ചിട്ടില്ല. സുബഹി നിസ്കരിച്ചിട്ടില്ല, ലൊഹർ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ചിട്ടുണ്ടാ? ആ, അതാണ് ചോദിച്ചത്, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോന്ന്. ഓക്കെ, പരലോകത്ത് ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ അത് നിസ്കാരം ക്ലിയർ ആയിട്ട് കൃത്യസമയത്ത് നമ്മൾ നിസ്കരിക്കണം. അതിൽ യാതൊരു വീഴ്ചയും വരുത്താൻ പാടില്ല. കൃത്യസമയത്ത് നമ്മൾ നിസ്കരിക്കണം. ഓക്കെ, ഇന്ന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കാത്തവരൊക്കെ കൈപൊക്കി. ജൗഹർ യാതൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇഷാന് യാതൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഈസ പ്രശ്നം ഉണ്ടാക്കിയില്ല. സെൻഹ പ്രശ്നം ഉണ്ടാക്കി. ഓക്കെ, എന്ത് സെൻഹ പ്രശ്നം ഉണ്ടായത്? ഇക്കാനെ വെറുപ്പിച്ചപ്പോ എന്ത് കിട്ടി സമ്മാനം? ചൂരലുണ്ടോ? ചൂരലുണ്ടോ വീട്ടില്? അടിപൊളി. ഓക്കെ, അപ്പോ എന്തിനാണ് വെറുപ്പിച്ചത്? വെറുതെ വെക്കേഷൻ ഒക്കെ അല്ലേ, ഒരു ടൈം പാസ്. ഒരു എന്റർടൈൻമെന്റിന് ചെയ്തതാണ് അല്ലേ? പക്ഷേ കളിക്കാരിയായി തല്ല് കിട്ടി. ഓക്കെ, പിന്നെ ഓക്കെ, ഇന്ന് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തവര്? സേറ എന്താ നല്ല കാര്യം ചെയ്തത്? നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഖുർആൻ ഓതുക എന്നുള്ളതല്ല. അത് നമ്മുടെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഐസ് എന്താ ചെയ്ത്? ഉമ്മക്ക് ഫുഡ് കൊണ്ടുവരും. ഉമ്മ എവിടെയുള്ളത്? തറവാട്ടിൽ. തറവാട്ടിലേക്ക് ഫുഡ് കൊണ്ടുകൊടുത്ത്. ഓക്കെ, അപ്പൊ തറവാട്ടിൽ ഫുഡില്ലേ? അല്ല, പക്ഷെ അവിടെ ഉണ്ടാക്കുമ്പോ ലേറ്റ് ആവും. അപ്പോ നീ നേരത്തെ എത്തിച്ചു കൊടുത്ത് ഫുഡ്. സ്പെഷ്യൽ ഫുഡായിരിക്കും. ജൗഹർ എന്ത് ചെയ്തു? ഞാൻ ബസ്സിൽ നിന്ന് എന്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തു. എന്ത് ഹെൽപ്പാ ചെയ്തത്? ഓന് ഒരു ബസ്സില് എന്റെ സീറ്റ് എടുത്തിട്ട് ഉറങ്ങുന്നേനു. അപ്പൊ ഞാൻ ഓനെ ശല്യപ്പെടുത്താണ്ട് മറ്റേ സീറ്റിൽ പോയിട്ടായിരുന്നു. നീ അങ്ങ് മാറിക്കൊടുത്തു. അവൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോട്ടെ, അവന്റെ ഉറക്കം ശല്യം ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. അതൊരു നല്ല കാര്യമാണ്. ഇഷാൻ എന്താ ചെയ്തത്? ഞാൻ എന്റെ ഫ്രണ്ട് ഫ്രീ ഫയർ കളിക്കുമ്പോ ചത്തപ്പോനെ റിവൈവ് ചെയ്ത് കൊടുത്തു. വല്ലാത്തൊരു സൽക്കർമ്മമായി പോയി ചെയ്തത് അല്ലേ? ആരും ചെയ്തിട്ടുണ്ടാവില്ല എങ്ങനെയൊന്നും സൽക്കർമ്മം അല്ലേ? അതുകൊണ്ട് അവന് സന്തോഷായി അല്ലേ? ആഷിർ എന്ത് ചെയ്തു? അനിയനെ നോക്കി. നോക്കാന്ന് പറഞ്ഞാൽ കണ്ണോണ്ട് ഇങ്ങനെ നോക്കണാണോ?
പിന്നെ ഓന് ഏഹ്, ഓന് വീകുണ്ടോ? വീഴുണ്ടോന്ന് നോക്കി ഇങ്ങനെ നിന്ന് അല്ലേ? കൂലി കിട്ടും അങ്ങനെ നോക്കി നിന്നാല്. ഓക്കെ, പിന്നെ ആരാ എന്തെങ്കിലും ചെയ്തോ? ഫമ്മിയ ഫോൺ ഇങ്ങനെ വെക്ക്, ഇങ്ങനെ ഇങ്ങനെയുള്ള ഫോൺ ഇങ്ങനെ വെക്ക്. ഒരു ടേബിളും ചെയറിട്ട് ഇരിക്കും ഫമ്മിയ, അവിടെ ബെഡിന്റെ മേലെ കയറി ഇരിക്കല്ലേ. ബർസ ഫോൺ ഇങ്ങനെ ചെരിച്ചിട്ട് വെക്ക്, ഇങ്ങനെയുള്ള ഫോൺ ഇങ്ങനെ ചെരിച്ച് വെക്ക്. ഓക്കെ, പിന്നെ ആരും ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. അഫാൻ എന്താ ചെയ്ത്? ഞാന് പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കളിക്കുമ്പോ എന്റെ ഫ്രണ്ട് വീകാൻ പോയപ്പോ ഞാൻ ഓനെ പിടിച്ചിട്ടുണ്ട്, ഞാനാ വീണത്. ഓ, അത് അപകടമായില്ലേ? ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മള് നമ്മളെന്ത് ചെയ്യും? നമ്മൾ മുങ്ങിപ്പോരുത്. എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ വെള്ളം വരും, എല്ലാ കൊല്ലവും വെള്ളം വരും വയലിൽ. പുഴയിൽ നിന്ന്, ഇരുവഴിഞ്ഞിപ്പുഴയിൽ നിന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ വയലൊക്കെ നിറയും. അപ്പോൾ നമ്മൾ കളിക്കാൻ വേണ്ടി, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കളിക്കാൻ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി പോകും. കളിയല്ല, കുളിയാണ്. അങ്ങനെ നമ്മൾ കുളിച്ച് നീന്തി കുളിക്കാം. എല്ലാവരും ഇവിടെയുള്ള എല്ലാവർക്കും നീന്താൻ അറിയാം. സ്വിമ്മിങ് അറിയാത്ത ആരും നാട്ടിൽ ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് വേറൊരു കുട്ടി, ഒരു കുട്ടി ട്യൂബുമായിട്ട് വരുന്നു. ട്യൂബ് പറഞ്ഞാൽ മനസ്സിലാവോ? ഇങ്ങനെ സർക്കിളായിട്ട് വട്ടത്തിൽ സ്വിമ്മിങ്ങിന് ഉപയോഗിക്കുന്നത്. അതിനെന്താ പേരുണ്ടോ? ജാക്കറ്റ് അല്ല, ഇങ്ങനെ സർക്കിളായിട്ടുള്ള ഒരു റൗണ്ട് ആയിട്ടുള്ള സാധനം. അതുമായിട്ട് ഈ കുട്ടി വന്നു. പേരുണ്ടോ അഫാനെ? സാറേ, ആ, അതിന്റെ പേര് ലൈഫ് ബോ അല്ലേ? എന്താണ്? ലൈഫ് ബോ. ലൈഫ് ബോ ആണ്. ഒരു ലൈഫ് സേവർ ആണത് സാധനം, വട്ടത്തിലുള്ള സർക്കിളായിട്ട്. എന്തായാലും അതിങ്ങനെ പിന്നെ അതുമായിട്ട് വന്നപ്പോൾ നമുക്ക് നമുക്കൊക്കെ അസൂയ തോന്നി അല്ലേ? അസൂയ ഉണ്ടാവില്ലേ കുട്ടികളാവുമ്പോൾ? കാരണം നമുക്കൊന്നും ഇല്ലാത്തൊരു സാധനം. ഞങ്ങൾ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വാഴയില്ലേ, അതിൻ്റെ തണ്ട് വെട്ടിയിട്ട് കൂട്ടിക്കെട്ടിയിട്ട് അത് നമുക്ക് കയറിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവന് ഈ ട്യൂബൊക്കെ ആയിട്ട് വന്നപ്പോൾ നമുക്കൊരു അസൂയോട് കൂടി നമ്മളിങ്ങനെ നോക്കുകയാണ് ഈ ട്യൂബ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവന് ട്യൂബ് ഇങ്ങനെ വെള്ളത്തിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ജമ്പ് ചെയ്ത് കറങ്ങി ആ ട്യൂബിലേക്ക് അങ്ങ് ചാടി. ദൗർഭാഗ്യം, അവന് ആ ട്യൂബിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് പോയി. അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഞങ്ങൾ കുറേ കുട്ടികളുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെ നോക്കി നിന്ന് കുറേ നേരം നോക്കി നമ്മൾ പൊന്തുന്നത് കാണുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഒരു കൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോയി. ഇവന് നീന്താൻ അറിയില്ല സംഭവം, അവിടെ നല്ല ആഴമുള്ള വയലാണ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ അഫ്വാനെ രക്ഷിക്കാൻ പോയ പോലെ ഞാൻ എടുത്ത് ചാടി രക്ഷിക്കാൻ, നീന്തി ചെന്ന് അവനെ രക്ഷിക്കാൻ ചെന്നു. അതെന്നെ സംഭവിച്ചത്, അവൻ എന്നെ പിടിച്ച് മുക്കുക. ഞാൻ പറഞ്ഞു അവനോട്, എടാ ഞാൻ രക്ഷിക്കാനാ വന്നത്, അതൊന്നും പറഞ്ഞ കാര്യമല്ല, പിടിച്ചിട്ട് മുക്കുക. അവൻ പിടിച്ച് കയറി മേല് പിടിച്ച് ആകെ, ഞാൻ കുറേ വെള്ളം കുടിച്ചു. കഷ്ടിച്ച് ഞാൻ ആ ട്യൂബ് എടുത്ത് അവനെ കൊടുത്തു. അതൊക്കെ പിന്നെ ആ ട്യൂബുമ്മ പിടിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ കുറേ വെള്ളം ഞാനും കുടിക്കേണ്ടി വന്നു. നമ്മളൊരാളെ സഹായിക്കാൻ പോയാൽ മിക്കവാറും നമ്മളും കൂടെ പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അല്ലേ? ഓക്കെ, ശരി. പിന്നെ എന്താണ് ഇന്ന് നല്ല കാര്യം ചെയ്തവര്? ജാസിൽ എന്താ ചെയ്തത്? കടയിൽ പോയി സാധനങ്ങൾ. കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അത് നമുക്കും കൂടി വേണ്ടിയുള്ളതാണല്ലോ. എന്നാലും മടിയന്മാരായ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ പാരൻസ് പറഞ്ഞ് കേട്ട് പോയിട്ട് അതിന് നീ കൂലി വാങ്ങിയടാ? കൂലി വാങ്ങി പറഞ്ഞാൽ ബാക്കിയുള്ള ബാലൻസ് പൈസ എടുത്ത് മിഠായി വാങ്ങുക, അങ്ങനെയൊന്നും ചെയ്തില്ല. ചിലര് വീട്ടിലേക്ക് സാധനം മേടിക്കാൻ പോകുന്നത് തന്നെ ബാലൻസ് പൈസ എടുത്തിട്ട് മിഠായി മേടിക്കാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്. പിന്നെ നല്ല കാര്യം ചെയ്തവർ, പെൺകുട്ടികളൊന്നും തീരെ നല്ല കാര്യമൊന്നും ചെയ്യുന്നില്ലേ? ഫുൾ ടൈം റീൽസും കണ്ടിരിക്കുകയാണോ? ഒരാളും നല്ല കാര്യം ചെയ്തവരില്ലേ? നല്ല കാര്യം ചെയ്തവരൊക്കെ കൈപൊക്ക്. എയ്സ എവിടെ? ഞാന് വല്യമ്മക്ക് ഫുഡ് കൊണ്ടിട്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ്. പിന്നെ ബർസ, ഉമ്മ പറയുന്നത് അനുസരിച്ച്. എന്താ ഉമ്മ പറയുന്ന നീ അനുസരിച്ചത്? ഉമ്മ പാത്രം കഴുകാൻ പറഞ്ഞു, ഞാൻ കഴുകി. നിന്റേത് മാത്രമാണോ അതോ മൊത്തത്തിലാണോ?
എല്ലാവരും കൂടി. എല്ലാവരും കഴുകി. ഓക്കെ. ഇന്ന് പാത്രം കഴുകിയവരൊക്കെ കൈപൊക്ക്. ഞാനും ഉണ്ട്. ഞാനും ഇന്ന് പാത്രം കഴുകിയില്ല. ഞാനും കൈപൊക്കി. പാത്രം എല്ലാ ദിവസവും നമ്മൾ കഴിച്ചത് നമ്മൾ തന്നെ കഴുകണം. നമ്മുടെ എച്ചിൽ നമ്മുടെ എച്ചിൽ കഴുകേണ്ടവരല്ല നമ്മുടെ പാരൻസ്. ഓക്കെ ഓക്കെ. മടിയന്മാർ മടിച്ചുകളുണ്ട്, ചിലർ കൈ പൊക്കാതെ ഇരിക്കുന്നവർ. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തവർ? ഇഷാനെ. രണ്ടാമത് എത്തപ്പോ ഞാൻ പിന്നെ റിവൈവ് ചെയ്തു. പിന്നെയും ഹെൽപ്പ് ചെയ്ത. നീ ഗെയിമിന്റെ ഉള്ളിൽ നല്ല കാര്യം ചെയ്തതല്ലാതെ ഗെയിമിന്റെ പുറത്ത് എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? ഗെയിം ഇപ്പോൾ എന്താ, ഒരു കാര്യം, ഒരു ഹെൽപ്പ് എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. എന്നാലാവട്ടെ ഒരു ഹെൽപ്പാണ് അല്ലേ? ഓക്കെ. ഷെഹ്വാന് ലീവ് ചെയ്തോ? ഷെഹ്വാന് ലീവ് ചെയ്തോ? പിന്നെ അയാൻ ബിൻ വീഡിയോ ഓൺ ആക്കുന്നവർ ഇരുന്നാൽ മതി, അല്ലാത്തൊരു ലീവ് ചെയ്തോ? ഇലാന് എന്താ ചെയ്തത്? കട പോയി സാധനം വാങ്ങി. കടയിൽ പോയിട്ട് സാധനം വാങ്ങി. അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ? അപ്പം അങ്ങനെ ഓരോരുത്തരും നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ശരി. ഇന്ന് രാവിലെ എണീറ്റ ശേഷം നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? എണീറ്റ ഉടനെ ചെയ്യുന്ന നല്ല കാര്യം. ഇഷാന്. പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കാം? എന്താ പ്രാർത്ഥിച്ചത് നീ? പ്രാർത്ഥന ഓർമ്മയില്ല. വെരി ഗുഡ്. ജൗഹർ എന്താ പ്രാർത്ഥിച്ചത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ മാതന വഇലൈഹിൻ നുശൂർ. മാഷാ അല്ലാ. നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതോ ഇപ്പം ദുആ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണോ? അല്ല, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഓക്കെ. ആ ശരി. വേറെ നീ എന്താ ചെയ്തത് നല്ല കാര്യമായിട്ട് രാവിലെ എണീറ്റ പാടെ? ബ്രഷ് ചെയ്തു. ബ്രഷ് ചെയ്യണ ഒരു നല്ല കാര്യമാണ് അല്ലേ? ബ്രഷ് ചെയ്തവരൊക്കെ കൈബുക്ക്. ഇന്ന് രാവിലെ ബ്രഷ് ചെയ്തവരൊക്കെ ബ്രഷ് എടുത്തിട്ട് വന്നേ. 10 സെക്കൻഡ് കൊണ്ട് വരണം. 1 2 3 4 5 6 7 8 9. ബ്രഷ് ചെയ്യാത്തവരായിരിക്കും ഇവിടെ ഇരിക്കണവരല്ലേ? ഇവിടെ ഇരുന്ന് ചിരിക്കുന്നവരൊക്കെ രാവിലെ ബ്രഷ് ചെയ്യാത്തവരാണ് അല്ലേ? ബ്രഷ് ചെയ്തവർ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കും വീഡിയോയിൽ. ഇലാന്റെ ബ്രഷിങ് അടുത്തേക്ക് കാണിക്ക്, ക്യാമറയുടെ അടുത്തേക്ക്. അതിൻ്റെ ഇത് കാണിക്ക്, അറ്റം ത്രെഡ്. അതായത് ബ്രഷ് 2 ടൈപ്പ് ഉണ്ട്. ഈ മൊബൈൽ പോലുള്ള ബ്രഷ് ഉണ്ട്. അതായത് നമ്മൾ ബ്രഷിൻ്റെ കോലല്ല പറയുന്നത്, പിന്നെ അതിൻ്റെ സൈഡ് കേട്ടോ, നമ്മൾ തേക്കുന്ന ഭാഗമല്ലേ, ആ ബ്രഷ് ഏരിയ, അത് ഇങ്ങനെയുള്ളതുണ്ട്, ഫ്ലാറ്റായിട്ട്. ഇങ്ങനെയുള്ളത് ആരുടെയൊക്കെയാണ്? അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് വേണ്ടത് ഹില്ല് പോലെയുള്ളതാണ് വേണ്ടത്. ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ വരുന്ന ബ്രഷ്. അതാരതൊക്കെ കാണിച്ച്? അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ 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 വരുന്നത്, അതാണ് ഏറ്റവും നന്നായിട്ട് ടൂത്ത് ക്ലീൻ ആവുക. ഓക്കെ. ഇനി ബ്രഷ് അവിടെ മാറ്റി വെച്ചേക്ക്. ഓക്കെ. അത് അവിടെ തന്നെ കൊണ്ടുവച്ചേക്ക്. ചിലപ്പോൾ ഇനി നാളെ കാണലുണ്ടാവില്ല. കൊണ്ടുവച്ചിട്ട് പോവാ എല്ലാവരും. നാളെ രാവിലെ എണീറ്റ് നോക്കുമ്പോഴായിരിക്കും ബ്രഷ് കാണാതിരിക്കുക. പിന്നെ എവിടെ എൻ്റെ ബ്രഷോ എന്ന് പറഞ്ഞിട്ട് നാളെ അതിനൊരു ബഹളമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഇരുന്നവർ ബ്രഷ് എടുക്കാൻ പോകാത്തവർ ബ്രഷ് ചെയ്യാത്തവരായിരിക്കും അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അതാണ്. പിന്നെ ബ്രഷ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ അറിയില്ലേ? എങ്ങനെയാ ബ്രഷ് ചെയ്യുക? ഒന്ന് കാണിച്ചേ. അപ്പ് ആൻഡ് ഡൗൺ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, ഉള്ളിൽ, താഴെ, ബാക്കിൽ, എല്ലായിടത്തും ഇതെത്തണം. വെറും 10 സെക്കൻഡ് കൊണ്ടൊക്കെ ബ്രഷ് ചെയ്ത് ക്ലിക്ക് പറഞ്ഞ് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ? മടിയന്മാർ. അങ്ങനെ ചെയ്യരുത്. പല്ലുവേദന വരും, പല്ല് കേട് വരും. ക്യാഷ് ചിലവാകുന്നതല്ല, പാരൻസിന് പൈസ പോണതല്ല മെയിൻ പ്രോബ്ലം. പ്രശ്നം എവിടെയാ? വേദന സഹിക്കുന്നത് കൂടിയാണ് അല്ലേ? പല്ല് കേട് വന്നവർ, ഇപ്പൊ കേടുള്ള ഒരു പല്ലുള്ളവർ അല്ലേ? നിങ്ങളുടെ വായിൽ ഇപ്പോൾ ഒരു കേടുണ്ടെങ്കിൽ, ഒരു പല്ല് കേടുണ്ടെങ്കിൽ കൈവക്ക്. എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഓക്കെ, ഡൗൺ. ശരി. ചിലർ വരെ മിഠായി തിന്നിട്ടാണ്. മിഠായി തിന്നരുത് പല്ല് കേട് വരും. അത് കേട്ടവർ കൈവക്ക്. അങ്ങനെ കേട്ടണോ? ഓക്കെ, ഡൗൺ, ഹാൻഡ്സ് ഡൗൺ. അത് ശരിയാണോ അല്ലേ?
മിഠായി തിന്നാൽ പല്ല് കേടുവരും എന്നുള്ളത് ശരിയാണോ അല്ലേ? എയ്സ, ശരിയാണോ? ശരിയാണ്. ശരിയാണ്. എന്റെ പല്ലൊക്കെ മുമ്പിലെ പല്ലൊക്കെ പോയിണല്ലോ, മിഠായി തിന്നതാ ആണോ? അതൊക്കെ പല്ല് വന്നു. നിങ്ങൾക്ക് 12th ഏജ് വരെയൊക്കെ കംപ്ലീറ്റ് പല്ല് പുതിയ തന്നെ വരും അല്ലേ? ഓക്കെ. അപ്പൊ മിഠായി തിന്നാല് പല്ല് കേടുവരുമോ ഇല്ലേ? പല്ല് കേടുവരും എന്നുള്ളവർ മാത്രം കൈപോക്ക്. മിഠായി തിന്നാൽ പല്ല് കേടുവരും. ഓക്കെ, ആൻസർ ഡൗൺ. മിഠായി തിന്നാല് ഒരു പല്ലും കേടുവരില്ല. കണ്ടുപോയോ? മിഠായി തിന്നാൽ ഒരു പല്ലും കേടുവരില്ല കേട്ടാ. അത് എങ്ങനെയെന്ന് വെച്ചാൽ അതുകൂടി പറയട്ടെ. അത് തിന്ന് കഴിഞ്ഞ ഉടനെ ഫുള്ളായിട്ട് എടുക്കാം. തിന്ന് കഴിഞ്ഞ ഉടനെ ബ്രഷ് ചെയ്താൽ മതി. മനസ്സിലായ? അപ്പൊ മിഠായി മാത്രമല്ല, നിങ്ങൾ ബിരിയാണി കഴിച്ചാലും ചിക്കൻ കഴിച്ചാലും അൽഫാം കഴിച്ചാലും റോസ്റ്റ് കഴിച്ചാലും ചോറ് തിന്നാലും എന്ത് കഴിച്ചാലും അതൊക്കെ പല്ലിൻ്റെ ഉള്ളിൽ കിടക്കും. പല്ലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേസ്റ്റ് ആണ് ബാക്ടീരിയസ് വന്നിട്ട് നമ്മൾ ഉറങ്ങുക, പല്ല് കേൾക്കാതെ ഉറങ്ങാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കുറെ നേരം വായിൽ കിടക്കുന്നതാണ് ഈ കേട് വരാനുള്ള ഒരു കാരണം. പല്ല് ക്ലീൻ ആണോ? അപ്പൊ നിങ്ങളുടെ പല്ല് ക്ലീൻ ആണോ? നാവുകൊണ്ട് എല്ലാ പല്ലും ഒന്ന് തൊട്ട് നോക്കൂ. ചില പല്ല് നല്ല മിനുസുള്ളതുണ്ടാവും, ചിലതുമേൽ ഒരു ഉരസൽ കിട്ടും. അതൊന്നും ക്ലീൻ അല്ല അല്ലേ? അതൊന്നും ക്ലീൻ അല്ല. അതിലൊക്കെ ബാക്ടീരിയാസ് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഇങ്ങനെ പല്ല് കുത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ആക്കണം. പല്ലിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 നേരം നിങ്ങൾ ഒളു എടുക്കുമ്പോൾ ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ചെയ്യണം എന്ന് തന്നെയാണ്. 5 നേരം ഒളു എടുക്കുമ്പോൾ ബ്രഷ് ചെയ്യുന്ന ഒരു കൈബുക്ക് ആരും ഇല്ലല്ലേ? ബ്രഷ് ചെയ്യണം രാവിലെ രാത്രി അല്ല, ഒളു എടുക്കുമ്പോൾ എപ്പോഴും ബ്രഷ് ചെയ്യാം. അപ്പൊ തന്നെ അത് ക്ലീൻ ആവും. ഓക്കെ. പല്ല് തേക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞ്? നമ്പർ 1, ബാക്ടീരിയസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് അടുക്കൂല. എന്താണ്? ബാക്ടീരിയാസ് പെട്ടെന്ന് അടുക്കും. അത് പല്ല് കേടുവരില്ല. പല്ല് മാത്രമല്ല, മോണയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെന്താ ഗുണം? വായനാറ്റം ഉണ്ടാവില്ല. അതന്നെ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ വായ നമുക്ക് നാറാത്തത്? ആർക്കെങ്കിലും അറിയോ? നമ്മുടെ വായക്ക് നമ്മുടെ നാറ്റം കിട്ടാത്ത എന്തുകൊണ്ടാ? ആയിഷ സന. പല്ല് തേക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ശരിക്ക് നമ്മൾ ഒരു ബാഡ് സ്മെല്ല് സ്ഥിരമായിട്ട് സ്മെല്ല് ചെയ്തുകൊണ്ട് നിന്നാൽ ആ ബാഡ് സ്മെല്ല് നമുക്ക് ബാഡ് അല്ലാതായിട്ട് മാറും. ഇപ്പോൾ ഒരു ചീത്ത സ്മെല്ലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കാറിൽ വന്ന് ഇറങ്ങിയാൽ, എന്ത് സ്മെല്ല് അവിടെ നമ്മൾ ആദ്യം പറയും, പിന്നെ അത് മെല്ലെ ഇല്ലാതെയാവും. എന്ന പോലെ തന്നെയാണ് അടുത്തുള്ളവർക്ക് നല്ല വായനാറ്റം ഉണ്ടാവും. നന്നായിട്ട് ബഡായി പറയുന്ന പെൺകുട്ടികളുണ്ടോ? നന്നായി ബഡായി പറയുന്ന ബോയ്സ് ഉണ്ടോ? അവർ അടുത്ത ക്ലാസ്സിലെത്തി തുടങ്ങിയാൽ ഉടനെ തുടങ്ങും ബഡായി തുടങ്ങും അല്ലെ, എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്തുള്ളവൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ടാവും, അവൻ പറയുന്നത് കേൾക്കാതെ. എന്താ കാരണം? വായന്ന് സ്മെല്ല് വരുന്നതുകൊണ്ടാണ്. അപ്പൊ അത്തൊഹൂറു ഷെത്രുൽ ഈമാൻ, വൃത്തി ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ. വൃത്തി പല്ലില് മാത്രം മതിയോ? പല്ല് മാത്രം മതിയോ വൃത്തി? മതിയോ? ഏ ആ സ്വഭാവത്തിലുമാണ്. സ്വഭാവത്തിലെ വൃത്തിയാണോ? ശരിയാണത്. നമുക്ക് നാളെ പറയാം സ്വഭാവത്തിലെ വൃത്തി. ഇന്ന് ശരീരത്തിലെ വൃത്തി പറയാം അല്ലേ? പല്ലല്ലാതെ പിന്നെ നമ്മൾ വൃത്തിയാക്കേണ്ട എവിടെയാ? അഫാന് പറയും. പല്ലല്ലാതെ ശരീരം. ശരീരം എങ്ങനെ വൃത്തിയാ? കുളിക്കാന്ന് അതിന് പറയാം അല്ലേ? കുളിക്കുന്നവരാരൊക്കെയാ? ഇതിൽ ബംഗാളികൾ കുറെ ഉണ്ടെന്ന് തോന്നുന്നു കുളിക്കാത്തവരൊക്കെ അല്ലേ? ബംഗാളികൾ കുളിക്കില്ല എന്നാണ്. ബംഗാളികൾ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളവരൊക്കെ, എല്ലാവരും അല്ല കേട്ടോ, നാട്ടിൽ എല്ലാവരും അങ്ങനെയല്ല, നല്ലൊരു ശതമാനം ആളുകളും ഡെയിലി കുളിക്കാത്തവരാണ്. മലയാളീസ് ഡെയിലി കുളിക്കുന്നവർ കൈപോക്ക്. അയവ, ശരി. ഹാൻഡ്സ് ഡൗൺ. കാക്കാക്കുളി കുളിക്കുന്നവര്? കാക്കാക്കുളി എന്ന് പറഞ്ഞാൽ അറിയോ? കാക്കാക്കുളി ഇഷാന് ആണോ? ഇടക്ക്. അടുക്ക്. കാക്കാക്കുളി എന്ന് പറഞ്ഞാല് ഒരു ഒരു 10 സെക്കൻഡ് ഉണ്ടാവില്ല, അപ്പോൾ ആള് ബാത്റൂമിൽ കയറലും ഇറങ്ങലും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ?
മനസ്സിലായ? പെട്ടെന്ന് കുളിക്കുക, മടിയന്മാർ, അങ്ങനെയുള്ളവരുണ്ട്. അത് പാടില്ല, വൃത്തിയാവണം. ഓക്കെ, വൃത്തിയാവുക എന്നുള്ളത് ആര് പഠിപ്പിച്ചതാ? ഒരു മുസ്ലിം ആയ നമ്മൾ അത്തുഹുറു ഷത്രുൽ ഈമാൻ, നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ നിസ്കരിക്കണില്ലേ, അതുപോലെ പ്രധാനപ്പെട്ടതാണ് വൃത്തിയാവുക എന്നുള്ളത്. വൃത്തിയുള്ള വൃത്തിയുള്ള മനസ്സിനെ പറ്റി ഇൻഷാല്ല നാളെ നമുക്ക് പറയാം. ജൗഹർ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞല്ലോ, വൃത്തിയുള്ള മനസ്സ്, വൃത്തിയുള്ള ശരീരത്തെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ശരീരം മാത്രം വൃത്തിയായാൽ മതിയോ? പിന്നെന്തൊക്കെയാ വൃത്തിയാവേണ്ടത്? ആരാ പറയാ? പിന്നെന്താ നീറ്റ് ആവേണ്ടത്? നീറ്റ് ആൻഡ് ടൈഡി. ഹസൻ. ഒന്നും കേൾക്കുന്നില്ല. ആരാ പറയാ? മിൻഷ. വസ്ത്രം. വസ്ത്രം, ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. മണത്ത് നോക്കിയേ, മണക്കുന്നുണ്ടോ? നല്ല നാറ്റം തോന്നുന്ന ഒരു കൈപ്പൊക്ക്, ബാഡ് സ്മെല്ല് കിട്ടിയ ഒരു കൈപ്പൊക്ക്. ആരും ഇല്ലല്ലേ? ആരും ചീത്ത ആരും പറയില്ല അല്ലേ? ഇലാനും ബാഡ് സ്മെല്ലാ? കുറച്ച്. എത്ര ആഴ്ചയായി ഇട്ടാൻ തുടങ്ങിയിട്ട്? 1 month ആയാ? 1 week 1 month എത്രയായി ഷർട്ട് ഇട്ടിട്ട്? ഉച്ച മുതൽ. ഉച്ച മുതൽ ഇട്ടിട്ട് തന്നെ സ്മെല്ല് വന്നോ? അപ്പൊ അത് വാഷ് ചെയ്യാത്തോണ്ടായിരിക്കും അല്ലേ? ഡെയിലി ഡ്രസ്സ് മാറുന്നവർ കൈപ്പൊക്ക്. നിങ്ങൾക്ക് ഡെയിലി മാറലുണ്ടോ? വീക്കിലി മാറുന്നവര്? ആഴ്ചയിൽ ഒരിക്കല് ഡ്രസ്സ് മാറുന്നവര്? വീക്കിലിയാ? ആരുമില്ല. മന്ത്ലി? അതൊന്നുമല്ല. ഓക്കെ. വാഷ് ചെയ്യുന്നവരുണ്ടോ? സ്വന്തമായിട്ട് വാഷ് ചെയ്യാൻ അറിയുന്നവർ? അപ്പോൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ, ഉണങ്ങി ഇങ്ങോട്ട് കിട്ടുമല്ലോ അല്ലേ? വാഷ് ചെയ്യാൻ അറിയുന്നവരൊക്കെ കൈവെക്കും. വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് സ്വന്തമായിട്ട് ഒരിക്കലെങ്കിലും വാഷ് ചെയ്തവർ കൈവെക്കും, സ്വന്തമായിട്ട്, ആരും ഹെൽപ്പ് ചെയ്യാതെ. മാഷാ അല്ലാ, ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ്. ഓക്കെ, ഇനി ഡെയിലി സ്വന്തം ഡ്രസ്സ് സ്വന്തം വാഷ് ചെയ്യാൻ പാരൻസ് ഏൽപ്പിച്ചവര്, നിങ്ങളെ ഡ്രസ്സ് നിങ്ങൾ അലക്കിക്കോ, ഞാൻ നിങ്ങളുടെ ഡ്രസ്സ് തൊടൂല, പാരൻസ് അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചവര് കൈവെക്ക്. അഫാന്റെയാ? എന്റെ ഡ്രസ്സ് മൊത്തം നീ അലക്കല്? നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? അടുത്തന്നെ 3ക്ക്. അല്ലാ, 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അഫാന് വരെ സ്വന്തം ഡ്രസ്സ് അലക്കുമ്പോ ഇത്ര വലുപ്പുണ്ടല്ലോ, പോത്ത് പോലെ വളർന്നിട്ട് ഇപ്പോഴും സ്വന്തം ഡ്രസ്സ് ഉമ്മാനോട് കഴുകിപ്പിക്കുന്ന പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട് അല്ലേ? അയ്യയ്യയ്യയ്യയ്യേ, മോശം തന്നെ അല്ലേ? സ്വന്തം ഡ്രസ്സ്, നമ്മളെ ഡ്രസ്സ് നമ്മൾ കഴുകണ്ടേ? അത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ? അതെന്തിനാ പാരൻസിന് കൊടുക്കുന്നത് അല്ലേ? എന്തെങ്കിലും പണിയാണോ ഈ വാഷിംഗ് മെഷീനിൽ പോയിട്ട് സ്വിച്ച് ഇടാനും ഡ്രസ്സ് ഇടാനും പിന്നെ സ്വിച്ച് ഓഫ് ആക്കാനും എത്ര വലിയ പണിയാണോ അല്ലേ? ഓട്ടോമാറ്റിക് ആണ്, എല്ലാവരുടെ വീട്ടിലും മിക്കവാറും ഉണ്ടാവുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്വന്തം ഡ്രസ്സ് കഴുകണം, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ആരെങ്കിലും ഉണ്ടോ സ്വന്തം ഡ്രസ്സ് കഴുകുന്നവർ, ഡെയിലി വാഷ് ചെയ്യുന്നവരാരെങ്കിലും? 2ാം ക്ലാസ്സിലുള്ള അഫാന് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇന്റർമീഡിയറ്റ് ആയിട്ട് വല്ലപ്പോഴും കഴുകുന്നവർ? വല്ലപ്പോഴും. എയ്സ ഉണ്ട്, ഹംദാൻ ഉണ്ട്. ഹംദാന് കഴുകാറുണ്ടോ? ഉണ്ടോ? ഓക്കെ, ശരി. അപ്പോൾ വസ്ത്രം വൃത്തിയാവുക. പിന്നെന്താ വൃത്തിയാവേണ്ടത്? ഈ വസ്ത്രത്തിനെ പറ്റി കുറച്ചുകൂടെ പറയാട്ടോ. നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ട്? നിങ്ങൾ ഫിംഗർ കൊണ്ട് കാണിച്ച്, എത്ര പേര് ഡ്രസ്സ് ഉണ്ട് എന്ന് ഇങ്ങനെ ഫിംഗർ കൊണ്ട് കാണിച്ചേ, നിങ്ങളെ വിരലുകൊണ്ട് കാണിച്ച് എത്ര ഡ്രസ്സ് ഉണ്ട് എന്ന്. അല്ലേ, ഒരാൾക്ക് ഒരു ഡ്രസ്സോ? ഒരു ഡ്രസ്സേ ഉള്ളൂ? എണ്ണം കാണിക്കുക, ഫിംഗറിനോട് കാണിക്കാൻ കഴിയില്ല, അത്രയും ഡ്രസ്സ് ഉണ്ടാവും അല്ലേ? അതിനേക്കാൾ 10ൽ കൂടുതൽ ഡ്രസ്സ് ഉണ്ടാവും മിക്കവാറും അല്ലേ? അപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ വീക്കിലി വൺസ് ഇൻ എ വീക്ക് അല്ലേ, കഴുകുക, വൃത്തിയാക്കിയിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെന്താ വൃത്തിയാക്കേണ്ടത്? വായ വൃത്തിയായി, ശരീരം വൃത്തിയായി. എയ്സ? പരിസരം വൃത്തിയാക്കുക. പരിസരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ബെഡിൽ നിന്ന് തുടങ്ങാം അല്ലേ? ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നവർ എത്ര പേരുണ്ട്? കിടന്നെണീറ്റ ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നവർ?
കടന്ന് എണീറ്റായിട്ട് പോവുക ചെയ്യുക. ആ പുതപ്പ് ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ പുതപ്പോ ബെഡ്ഷീറ്റോ ഒക്കെ മടക്കി വെക്കുക. റൈറ്റ്, ഗുഡ്, നല്ലൊരു കാര്യമാണ്. പില്ലോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പില്ലോ കണ്ടിട്ടുണ്ടോ? തലയണ എന്ന് പറയും. തലയണക്ക് വേറെ എന്തെങ്കിലും പറയലുണ്ടോ നിങ്ങളെ നാട്ടിൽ? തലയണക്ക് വേറെ എന്താ നിങ്ങളെ നാട്ടിൽ പറയാ? നാസിൻ എന്താ പറയാ? തൽക്കാണി. തൽക്കാണി. ആ, തൽക്കാണി, തലയണ, പില്ലോ. വേറെ എന്തെങ്കിലും പേരുണ്ടോ? ആ, ഷാന് ഞാൻ തലയണന്ന് തന്നെ പറയല്. തലയണ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഉറങ്ങുമ്പോൾ തലക്ക് വെക്കണ സാധനം, തലക്ക് വെക്കാത്തവര് ഒന്ന് കൈപൊക്കി. തലക്ക് വെക്കാതെ ഉറങ്ങുന്നവര്. ഹസന്. ജവഹർ വെക്കൂല, ഒന്നും വെക്കൂല. ചിലപ്പോ വെക്കലില്ല. ചിലപ്പോ അല്ല, സ്ഥിരമായിട്ട് വെക്കാത്തവര്. ആ, ജൻഹ ഉണ്ട്, അഹമ്മദ്, ഡാനിഷ്. ചില കുട്ടികൾ വെക്കാത്തവരുണ്ട്. വെക്കുന്നവര് ഇന്ന് തല വെക്കുന്നതിൻ്റെ മുമ്പ് മുഖമൊന്ന് വെച്ച് നോക്കുക, മൂക്കൊന്ന് വെച്ച് നോക്കുക, അല്ലേ? തല വെക്കുന്നതിൻ്റെ മുമ്പ് മൂക്കൊന്ന് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടും, ബോധം കെട്ട് വീഴും, അല്ലേ? കാരണം വീക്കിലി വൺസ് നിങ്ങളുടെ പില്ലോ കവർ കഴുകണം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതിൻ്റെ കാരണം എന്താണ്? ആ, ഹംദാന്. സാറേ നമ്മളെ മേത്തുനിന്ന് പിന്നെ കൊറേ പൊടിയൊക്കെ അടിച്ചിട്ടുള്ള ബാക്ടീരിയസ് ഒക്കെ ഉണ്ടാവും. രാവിലെ നമ്മളൊരു വരെ ഏറ്റവും കൂടുതൽ തല വിയർക്കും രാത്രി. ഇപ്പം നമ്മളിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫാൻ ഇട്ടാലും ഒക്കെ വിയർക്കുന്നുണ്ട്. ഈ വിയർപ്പും ഒക്കെ അവിടെ ഈ പില്ലോമൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അവിടെ ബാക്ടീരിയസ് ഉണ്ടായിട്ട് പല തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവും. പിന്നെ ഒരേ പില്ലോ തന്നെ 2-3 പേരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയും ഉണ്ടാവും അസുഖങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയ വിഷയങ്ങളും അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പില്ലോ ബെഡ്ഷീറ്റൊക്കെ ഒരു വീക്കിലി വൺസ് ഇൻ എ വീക്ക് ഒന്ന് വാഷ് ചെയ്യുക. പിന്നെ പരിസരം എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് വൃത്തിയാക്കേണ്ടത്? നമ്മുടെ റൂം. സ്വന്തം റൂമുള്ളവർ കൈബുക്ക്. സ്വന്തമായിട്ട് റൂം വീട്ടിലുള്ളവർ. ഓക്കെ. ആ റൂം എങ്ങനെയാണുള്ളത്? നല്ല വൃത്തിയുണ്ടോ? അപ്പം നമ്മൾ മാർക്ക് ഇട്ടാലോ? ഏറ്റവും നല്ല വൃത്തിയുള്ള റൂം ആരുടെയാണ്? ഫോട്ടോ എടുത്തിട്ട് അയച്ചിട്ട് എങ്ങനെ ഉണ്ടാവും? എൻ്റെ സ്കൂളിൽ നിന്ന് കുട്ടികളെയായിട്ട് ഹോം വിസിറ്റിന് പോയിരുന്നു. നിങ്ങളെ സ്കൂളിൽ നിന്ന് ഹോം വിസിറ്റ് ഉണ്ടാവാറുണ്ടോ? നിങ്ങളെ വീട്ടിലേക്ക് ഹോം വിസിറ്റ്, നിങ്ങളെ സ്കൂളിൽ നിന്ന് ഹോം വിസിറ്റ് നടത്തിയവർ ആരൊക്കെയാണ്? സ്കൂളിൽ നിന്ന് ഹോം വിസിറ്റ് ഉണ്ടോ? ഇഷാന്റെ വീട്ടിൽ വന്നോ? ആരൊക്കെ വന്നു? ടീച്ചേഴ്സ്. അതല്ല ഹോം വിസിറ്റ്. ഹോം വിസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലെ കംപ്ലീറ്റ് കുട്ടികളും, ബോയ്സ് ആൻഡ് ഗേൾസ്, നിങ്ങളുടെ വീട്ടിൽ വരും. അതാണ് ഹോം വിസിറ്റ്. ടീച്ചേഴ്സും വിത്ത് ടീച്ചേഴ്സ്. എങ്ങനെ ഉണ്ടാവും വന്നാൽ? നിങ്ങളുടെ റൂം കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറയും, സൺഡേ നമ്മളെല്ലാവരും സ്കൂളിലേക്ക് ഏർലി മോർണിംഗ് 6 o'clock എത്തണം. എന്നിട്ട് സ്കൂൾ ബസ്സിൽ ഓരോ കുട്ടിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുക ചെയ്യുക എല്ലാവരും. എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും വീട്ടിലാക്കി കൊടുക്കും. അതാണ് ഹോം വിസിറ്റ്. ഈ ഹോം വിസിറ്റ് ചെയ്തോണ്ട് നിങ്ങളെ ക്ലാസ് ടീച്ചേഴ്സിനോട് പറഞ്ഞ സ്കൂളിൽ തുറക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ. അതിലുള്ള കുറേ പോസിറ്റീവ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ആവും. എല്ലാവർക്കും എല്ലാവരുടെ വീടും ഒക്കെ കാണാൻ പറ്റും. ബട്ട് അതിൽ നമ്മൾ ചെയ്തൊരു കാര്യം, ഓരോ കുട്ടിയുടെയും റൂം ഏറ്റവും നല്ല വൃത്തിയുള്ള നീറ്റായിട്ട് വെച്ചിട്ടുള്ള റൂം ഏതാന്ന് നോക്കിയിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടിക്ക് പ്രൈസ് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇതൊക്കെയാണ് വൃത്തിയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ നിങ്ങൾ തന്നെയാണ് കഴുകേണ്ടത് കേട്ടോ. നിങ്ങളുടെ ഭക്ഷണം കഴിച്ചത് വൃത്തിയായിട്ട് കഴുകേണ്ടത് നിങ്ങൾ തന്നെയാണ്. പിന്നെ പരിസരം വൃത്തികേടാക്കുന്ന എത്ര പേരുണ്ട്? റോഡിലേക്ക് സാധനങ്ങൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന എത്ര പേരുണ്ട്? കാറിന് പുറത്തേക്ക് സാധനങ്ങൾ വലിച്ചെറിഞ്ഞവരൊക്കെ കൈപ്പൊക്ക്. അങ്ങനെ എറിയാൻ പാടുണ്ടോ? പാടില്ല. നമ്മൾ പുറത്തേക്ക് കാര്യങ്ങൾ എന്താവട്ടെ, അത് ചിലപ്പോൾ പഴം കഴിച്ചിട്ട് പഴത്തോടായിരിക്കും എറിയുന്നത്, അല്ലേ? കാറിൻ്റെ ഉള്ളിൽ നിന്നൊരു പഴം ഇങ്ങനെ തൊലിച്ചിട്ട് തൊലി ഇങ്ങനെ പുറത്തേക്ക് അങ്ങ് എറിയും. നമുക്കൊന്നും അറിയണ്ടല്ലോ, അല്ലേ? പക്ഷെ അത് സംഭവിക്കുക എന്തായിരിക്കും? അതിൻ്റെ ബാക്കിൽ വരുന്ന ആൾക്കാർക്കും അതിൻ്റെ അപകടങ്ങൾ ഉണ്ടാവുക. പാത്രങ്ങളാവട്ടെ,
വേസ്റ്റ് ബിന്ന് ഒരു സ്ഥലത്ത്, അത് ഏത് സ്ഥലം, ഒരു പാർക്കാവട്ടെ, ബീച്ചാവട്ടെ, റോഡാവട്ടെ, എവിടെയാണെങ്കിലും അവിടെ വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോയിട്ട് ഇടുന്ന എത്ര പേരുണ്ട്? വേസ്റ്റ് ബിന്ന് പോയിട്ട് ഇട്ടവര് കൈവക്ക്. വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇട്ടവര്. അത് നല്ല കൾച്ചറാണ്. ഇനിയിപ്പോ അഥവാ എവിടെയും വേസ്റ്റ് ബിൻ ഇല്ലെങ്കിൽ അത് കെട്ടിപ്പൂട്ടി കയ്യിൽ വെക്കുക. വേസ്റ്റ് ബിൻ എവിടെയുള്ള അവിടെ ഇടാവും. പരിസരം വൃത്തികേടാക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മള് വായുടെ വൃത്തി പറഞ്ഞു, ശരീരത്തിന്റെ വൃത്തി പറഞ്ഞു, വസ്ത്രത്തിന്റെ വൃത്തി പറഞ്ഞു, പരിസരത്തിന്റെ വൃത്തി പറഞ്ഞു, നാടിന്റെ വൃത്തി. അപ്പൊ വൃത്തി ഉണ്ടാവുക എന്നുള്ളത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട, ഒരു മുസ്ലിമിന് വൃത്തി ഉണ്ടാവണം, നീറ്റ് ഉണ്ടാവണം. കൈ എങ്ങനെയാ? കോവിഡ് വന്നപ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് വാഷ് ചെയ്യലല്ലേ? ചളി ഉണ്ടോ കയ്യില്? ഇപ്പൊ കയ്യില് ചളി ഉണ്ടോ? ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുമോ? എന്നാലും മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലോ കുറെ സാധനങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? കയ്യിൽ ഇങ്ങനെ വരുതി കഴിഞ്ഞാൽ ചളി കിട്ടൂലേ? ഇങ്ങനെ നന്നായിട്ട് വരുതി നോക്ക്. അല്ലേ? ചളി കിട്ടുന്നുണ്ടോ? സെന്റർ നന്നായിട്ട് ഇങ്ങനെ വരുതി നോക്ക്. കിട്ടുന്നുണ്ടോ? എടുക്കാൻ പറ്റുന്നുണ്ടോ? കിട്ടിയൊരു കൈ പോക്ക് കിട്ടുണ്ടാ? നീ കൈന്റെ പുറത്തായാലും മതി. ആ, ചളി ഇങ്ങോട്ട് കിട്ടും. അത്രക്കും വൃത്തികേടുകൾ ഉണ്ടാവും. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ഇസ്ലാമികമായ ഏറ്റവും വലിയ മര്യാദ വാഷ് ചെയ്യാൻ, ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ഹാൻഡ് വാഷ് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുക അല്ലേ? വായിലേക്ക് കയറി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. നഖം കാണിച്ചേ, ഫിംഗർ കാണിച്ചേ. യക്ഷിയാണോ? യക്ഷിയെന്നോ? ഡ്രാക്കുളാണോ? എന്താ പറയണ്ട്? നഖം നീണ്ട് 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 ചളി നിറഞ്ഞു കിടക്കുകയാണ് അല്ലേ? ഈ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ? നഖത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു സൂചി ഇട്ട് ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഒരാൾ ഇങ്ങനെ നോക്കുമ്പോൾ എത്രയാണ് ആളുകൾ എന്നറിയാം അതിൻ്റെ ഉള്ളില്. ഇതൊക്കെയാണ് വയറ്റിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോ വൃത്തി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വൃത്തികെട്ടവനെ എന്ന് പറയില്ലല്ലേ, വൃത്തികെട്ടവളെ എന്ന് പറയാം. അപ്പൊ വൃത്തി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല. വൃത്തിയുള്ള ആളുകൾ, വൃത്തിയുള്ള ശരീരമുള്ളവർ, വൃത്തിയുള്ള മനസ്സും ഉണ്ടാവണം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇൻഷാ അള്ളാ നാളെ പറയാം. ഓക്കെ, 5 മിനിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരമാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആകാശത്തിന്റെ ചോട്ടിലുള്ള ഏത് ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കാം. ഉത്തരം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ഉത്തരം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം തരിക കേട്ടോ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നു. ജൗഹർ. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്നത്, അപ്പൊ നിസ്കരിക്കുമ്പോ നമ്മൾ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇമാമ് ഭയങ്കര സ്പീഡായിട്ട് ഫാത്തിഹ സൂറത്ത് ചൊല്ലി കഴിഞ്ഞു. അപ്പൊ ഇമാമ റുക്കൂല് പോയി, നമ്മൾ തുടങ്ങിയിട്ടേ ഇല്ല ഫാത്തിഹ. അപ്പൊ നമുക്ക് ആ ഫാത്തിഹ കണ്ടിന്യൂ ചെയ്തിട്ട് ഇമാമ സമയ അള്ളാഹു ഹമീദിൽ പോയാലും നമുക്ക് റുക്കൂല് പോകാൻ പറ്റും. നമ്മൾ ഉടനെ തന്നെ റുക്കുവിലേക്ക് പോവാം. നമ്മൾ ഒരിക്കലും ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യരുത്. റുക്കുവിലേക്ക് പോവാ, ഇമാമിന്റെ കൂടെ ആവുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, വെയിറ്റ് ചെയ്യരുത്. നമ്മൾ അവിടെ നിന്ന് ഫാത്തിഹ ഓതാ. എന്തിനാ ഫാത്തിഹ ഓതുന്ന അറിയോ? എന്തിനാ ഫാത്തിഹ ഓതുന്നത്? അറക്കായത്തോടെ കിട്ടാൻ വേണ്ടിട്ടല്ലേ? അത് വേറെ നിസ്കരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അഷ്ബ. വെള്ളിയാഴ്ച ജുമാള്ള സമയത്ത് നമ്മൾ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണ്ടേ? ജമാഅത്ത് നിസ്കാരത്തിന് നിങ്ങൾക്ക് ക്യാഷ് പറയാൻ കേട്ടോ. ഒരു നിസ്കാരത്തിന് 1000 rupees ആണെന്ന് അള്ള കൂലി വെച്ചെന്ന് വിചാരിച്ചു. സപ്പോസ് നിങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 27,000 കിട്ടും. എന്ത് വേണം നിങ്ങൾ തീരുമാനിച്ചോ. ഇനി ആരാ? ഇലാന്. നമ്മള് ഫ്രൈഡേ പള്ളിയിൽ പോണോ? ആൺകുട്ടികളൊക്കെ നിർബന്ധമായിട്ട് പള്ളിയിൽ പോകണം. ഇനി ആൺകുട്ടിയാണോ? എല്ലാവരും പുസ്തകം ഇട്ടിട്ട് പേര് മാറ്റി ഫാത്തിമ ആമിന എന്നൊക്കെ ഇട്ട് വീട്ടിലിരുന്നോ, പള്ളിയിലും പോകാതെ. ഇഷാന്. ഒരാളിപ്പോ നിസ്കരിക്കുമ്പോ മാസ്ക് ഇട്ട് നിസ്കരിച്ച അയാളെ നിസ്കാരം കൂട്ടുമോ? ഇനി കോവിഡ് ഒക്കെ പോയില്ലേ, എന്തിനാ മാസ്ക്? അതല്ല, ഞാൻ പള്ളിയിൽ പോയപ്പോ ഒരാളുണ്ട് മാസ്ക് ഇട്ട് നിസ്കരിക്കും. അതെന്താ അറിയോ? ചില അസുഖങ്ങളുള്ളവര് വേറുള്ളവർക്ക് ഈ അസുഖം പകരണ്ടെന്ന് വിചാരിച്ചിട്ട് വെക്കുന്നതാണ്. പിന്നെ മാത്രമല്ല, ചിലർക്ക്
ഈ ചില പള്ളിയിലൊക്കെ പാഴയില്ലേ, നിലത്തുള്ള മാറ്റ്, അതിലൊക്കെ നല്ല പൊടിയൊക്കെ ഉണ്ടാവും. ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുണ്ടാവും. ഒരു സുജൂത് ചെയ്ത് പിന്നെ അവിടെ തുമ്മലോട് തുമ്മലായിരിക്കും. അപ്പൊ അതിനൊക്കെയാണ് ഒരു മാസ്ക് ഇടുന്നത്. അതിന്റെ പേരിലൊന്നും അള്ളാഹ് നമ്മളെ പിടിച്ചൊന്നും ചെയ്യൂല. ഓക്കെ, ഐഷ സന. സർ ക്യാഫ് ഓതുന്നത് ഫറലാണോ? ജുമാക്ക് അല്ല, ഫ- വെള്ളിയാഴ്ച. നല്ലതാണ്. ഫർളൊന്നുമല്ല. ഫർളായതിനെ ഫർളായിട്ട് തന്നെ പറഞ്ഞുതരും കേട്ടോ. അതൊന്നും ഫർളല്ല. ഐസ. നബീന്റെ കാലത്ത് എത്ര നിസ്കാരമായിരുന്നു ഒരു ദിവസം? 5 വക്ത് നിസ്കാരം. ഓക്കെ, നബിയുടെ ആദ്യകാലത്ത് നിസ്കാരം ഇല്ലായിരുന്നു, പിന്നീട് ഉണ്ടായത് നിസ്കാരമൊക്കെ. ഇനി ആരാണ്? കുറെ പേര് പറയണ്ടല്ലോ. ജൻഹ. സാറേ, ഒരാളിപ്പോ നിസ്കരിക്കണുണ്ട്, അതിന്റെ ഒപ്പം ഷിർക്കും ചെയ്യണുണ്ട്. അപ്പൊ അപ്പൊ അയാൾക്ക് പ്രതിഫലം കിട്ടുമോ ഈ നിസ്കരിച്ചതിനൊക്കെ? അയാൾക്ക് രണ്ടിനും പ്രതിഫലം കിട്ടും. ഷിർക്കിനുള്ള പ്രതിഫലവും കിട്ടും, നിസ്കരിച്ചതിനുള്ള പ്രതിഫലം കിട്ടും. അല്ലേ? അതായത് ഷിർക്ക് ചെയ്തവനുള്ള പ്രതിഫലം എന്താ അറിയോ? അവനക്ക് നരകാണ്. ഓക്കെ, പിന്നെ നിസ്കരിച്ചതിനുള്ള പ്രതിഫലം അവർക്ക് കിട്ടിക്കോളുന്നില്ല, സാധ്യതയില്ല. ഷിർക്ക് എന്ന് പറഞ്ഞാല് പിന്നെ വൻ പാപാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാല് ക്രിയേഷനെ ആരാധിക്കുന്നവരാണ്. ക്രിയേഷൻ, അതായത് സൃഷ്ടിയെ, അള്ളാഹുവിന്റെ സൃഷ്ടിയെ ദൈവമായി സങ്കല്പിക്കുക. അപ്പൊ ഇതിന്റെ റിമോട്ട് ഉണ്ട്, എൻ്റെ AC-യുടെ റിമോട്ട്. ഈ റിമോട്ട് ദൈവമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ എണീച്ച് എനിക്ക് നല്ല തണുപ്പ് തരുന്ന എൻ്റെ റിമോട്ട്, ചക്കര മുത്ത് മുതൽ നീ എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ റിമോട്ടിനെ ആരാധിക്കുകയാണെന്ന് വിചാരിച്ചു. അത് ഷിർക്കാണ്. ഇത് ക്രിയേഷനാണ്. സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിയെ ആരാധിക്കുന്നതാണ് ഷിർക്ക്. ഹംദാന്. സാറേ, ഇപ്പൊ നമുക്ക് ഒരു പനി വന്നു വിചാരിച്ചോളൂ, നല്ല തലവേദന ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് കെടുന്ന്, ഉമ്മ പറഞ്ഞിട്ട് കെടുന്ന്. അപ്പൊ കിടന്നിട്ട് ഉറങ്ങി നീച്ചപ്പോത്തിന് സുബിക്ക് നീച്ചിട്ട് ഒന്നും കൂടി ഉറങ്ങിയിട്ട് നീച്ചപ്പോത്തിനില്ല 2 മണി ആയിക്കണം. അപ്പൊ ളുഹറ് തെറ്റൂലേ? അപ്പൊ നമുക്ക് ശിക്ഷ കിട്ടോ? ഇല്ല. 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 എനിക്ക് ശിക്ഷ വേണോ? ഇനി ശിക്ഷ കിട്ടുമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറയാം. ഇല്ല, എന്നാ വേണേ തരാം, ശിക്ഷ തരാം. പറയണോ? ശിക്ഷ തരാൻ പറയാം. ദുആ ചെയ്യാ, പഠിച്ചവന്റെ ശിക്ഷ തന്നാണ്, ഞാൻ ഉറങ്ങിപ്പോയതാണ്, എനിക്ക് ശിക്ഷ വേണോ എന്നാണ് കരഞ്ഞാൽ മതി. ആരെങ്കിലും കിട്ടാത്ത അടി ചോദിച്ചു വാങ്ങടാ. ഇലാനെ. നമ്മളില്ലേ വെള്ളിയാഴ്ച കഹഫിന്റെ സൂറ ഓതണോ? ഓതണത് നല്ലതാണ്. ഓതിയാ നല്ല. ഓതിയവർക്ക് കൂലി ഉണ്ടാവും, ഓതാത്തവർക്ക് ഉണ്ടാവില്ല. റീൽസ് കണ്ട് നടക്കുന്നവരെ, ഗെയിമും കളിച്ച് നടക്കുന്നവർക്ക് ഓർക്ക് അതിനെ ഉണ്ടാവുള്ളൂ. ഹസൻ. നിസ്കാരത്തിന് തിരിഞ്ഞോക്കുന്നതിന്റെ വിധി ഹറാമ? നിസ്കരിച്ച് തിരിഞ്ഞാക്കുന്ന ഒരൊറ്റ അടി കൊടുത്തായി, പിന്നെ തിരിയരുത്. ബാക്കിൽ നിന്ന് ഒറ്റ തിരിയണ അപ്പൊ തന്നെ കൂട്ടിയെടുത്ത് കിട്ടണം. പിന്നെ തിരിഞ്ഞില്ല. ഓരോ ചോദ്യമായിട്ട് വരുന്നത്. ഇനി ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യം ചോദിക്കുക. ആരും ചോദിക്കാത്തവരുള്ള ചോദിച്ചവരെന്നെ ചോദിക്കുന്നത്. അഫാന് ചോദിച്ചോ? ഇല്ല. എന്നാ ചോദിക്കുക. സാറേ, ഇപ്പൊ ചെറിയ കുട്ടികളില്ലേ പകുതി ഒന്ന് ചെല്ലാനറിയാം. അപ്പല്ലേ ഈമാനോടെ കൂടി നല്ല അള്ളാഹുവിനൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിസ്കരിച്ചാ കൂലി കിട്ടുക? ചെറിയ കുട്ടി പറഞ്ഞ പ്രായം എത്രയാ? വയസ്സ്? പ്രായമല്ല, ചെല്ലാൻ അറിയാത്ത കുട്ടികള്. എടാ, 10 വയസ്സിന് ശേഷം നിസ്കാരം നിർബന്ധമുള്ളൂ. അതിന്റെ മുമ്പ് നിസ്കാരം തന്നെ ആവശ്യമില്ല കേട്ടോ. ആ കുട്ടികൾ അവിടെ നിന്ന് കളിച്ച് നടന്നോട്ടെ. 10 വയസ്സായാൽ തുടങ്ങിക്കോ നിസ്കാരം. അതിന്റെ മുമ്പ് നിങ്ങൾ 10 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളുണ്ട്, കൈപൊക്കി. ആരുണ്ടോ? ഈ 10 വയസ്സിന്റെ താഴെ? എന്റെ വയസ്സ് എത്രയാ? എന്റെ വയസ്സ് എത്രയാ പറ? 8. 2 കൊല്ലം കൂടെ 2027 മുതൽ കുട്ടി തുടങ്ങിയാൽ മതി അല്ലേ? നിർബന്ധമായിട്ട് തുടങ്ങണ്ട്. അതിന്റെ മുമ്പ് നാളെ മുതൽ നിസ്കരിക്കണ്ടെന്നല്ല പറഞ്ഞു കേട്ടാ. നിസ്കരിച്ചോ, നിസ്കരിക്കുന്നതിന് കൂലിയുള്ളതാണ്, നല്ല കാര്യം തന്നെയാ.
പക്ഷെ നിർബന്ധമാണ് 10 വയസ്സ്. 10 വയസ്സിന്റെ മുമ്പ് നിസ്കരിച്ചില്ലേൽ അത് വലിയ പ്രശ്നമൊന്നുമല്ല, അല്ലാതെ അത് പൊരുത്തപ്പെട്ട് പുറത്തു വരും. പക്ഷെ 10 വയസ്സ് കഴിഞ്ഞിട്ട് നിസ്കരിക്കാത്ത കുറെ വമ്പന്മാരും വമ്പത്തികളും ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ സ്റ്റിൽ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കഥ കേൾക്കുന്നുണ്ടല്ലോ. അവർക്കുള്ളത് കിട്ടുക തന്നെ ചെയ്യും. എണ്ണി കിട്ടും. ഓരോ വക്ത് നിസ്കരിക്കാത്തതിനും കിട്ടുക. അത് നാളെ നരകത്തുനിന്നൊന്നും ആയിരിക്കൂല, ഇവിടുന്ന് തന്നെ വല്ല സ്റ്റെപ്പ് ഇറങ്ങി നടക്കുമ്പോൾ മൂക്കും കുത്തി വീകലോ അല്ലെങ്കിൽ വല്ല സ്റ്റിച്ചിടലോ അസുഖമോ അഡ്മിറ്റോ ഹോസ്പിറ്റലോ ഒക്കെ ആയിട്ട് ദുനിയാവിൽ തന്നെ മിക്ക ശിക്ഷകളും കിട്ടും. നിസ്കരിക്കാത്തതിന് എല്ലാ ശിക്ഷയും പരലോകത്തേക്കൊന്നും വെക്കൂല, ചിലതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഗസയിലും ഫലസ്തീനിലും ലോകത്തെ പല ഭാഗത്തും കുട്ടികളൊക്കെ എന്തുമാത്രം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമായിട്ട് ജീവിക്കുന്നു. ഭക്ഷണമില്ലാത്തവര്, നിങ്ങൾക്കൊക്കെ എന്താ ഒരു കുറവുള്ളത്? സുഖം കൂടിപ്പോയതിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. എല്ലാവിധ സുഖങ്ങളും. ഓക്കെ, ഫിനിഷ് ചെയ്യാ. എയ്സ, ഇപ്പൊ നമ്മളെ ആരുതേലും ഒരാളെ കൈ പൊട്ടീന്, അപ്പം റൈറ്റ് ഹാൻഡിലാണ്, അപ്പൊ ആടെ ഒരു കെട്ടുണ്ട്, അപ്പൊ നമ്മള് ഒന്നെടുക്കാൻ എങ്ങനെ ചെയ്യാം? ഞാൻ കുഫ തടവുക എന്ന് പറയും. എൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ, 3 പ്രാവശ്യം. അല്ല അപ്പോൾ കൈ കെട്ടി പ്ലാസ്റ്റർ ഇട്ട് അയച്ചിട്ട് കഴുകാൻ പറ്റുമോ? ഒന്നും പറ്റൂല. മേടെ കൂടെ ഒന്ന് തടവിയാൽ മതി കേട്ടോ. ഫമ്യ ഫമ്യ ഇതിനാ കൈ പൊക്കുന്നത്? കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് കടന്നിട്ട് എങ്ങനെയാ നിസ്കരിക്കാന്? കടന്നിട്ട് കണ്ണുകൊണ്ട് നിസ്കരിക്കാം. ഇപ്പൊ കോമ സ്റ്റേജിലായ ഒരാൾ വിചാരിക്കുക, സ്പൈനൽ എന്ന് പറഞ്ഞൊരു കോഡ്, ഈ നട്ടലില്ലേ, പുറത്തുള്ള ഒരു എല്ലില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഈ ഷേപ്പിൽ വരുന്ന, നിങ്ങൾ സയൻസിലൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ബോഡിയിൽ അതിന് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഭയങ്കര ചാട്ടൊക്കെ ചാടില്ല ഫുട്ബോൾ കളിക്കുമ്പോൾ, അങ്ങനെ തല കുത്തി മൂടും കുത്തി വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോറടിച്ചൊക്കെ വീണാൽ, ബാക്കോട്ട് പൊടയെന്ന് പറഞ്ഞൊക്കെ വീണാൽ ഇതങ്ങ് ബ്രേക്ക് ആവും. ഇത് ബ്രേക്ക് ആയാൽ പിന്നെ ഒരു സൊല്യൂഷനും ഇല്ല, മരിക്കണ വരെ കിടക്കുക. കഴുത്ത് ഇങ്ങനെ ആക്കാൻ പറ്റും, ചിലർക്ക് അതും പറ്റില്ല, അങ്ങനെ അവിടെ കിടക്കേണ്ടി വരും. അങ്ങനെ കിടക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യാൻ കഴിയുമോ? കൈ അനക്കാൻ കഴിയുമോ? ഒന്നിനും പറ്റാതെ കിടക്കും. അപ്പോൾ പിന്നെ കണ്ണുകൊണ്ട് മനസ്സ് വർക്ക് ചെയ്യുമല്ലോ, ബോഡി മൈൻഡ് വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ മനസ്സിൽ നിസ്കരിക്കുക, കണ്ണുകൊണ്ട് ഇങ്ങനെ റുക്കുവും സുജൂദൊക്കെ ചെയ്യാതെ തന്നെ അങ്ങനെ നിസ്കരിക്കുക. അത്രയേ ഉള്ളൂ. അതാ ഇനിയിപ്പോൾ ചോദ്യത്തോട് ചോദ്യമാണല്ലോ. ചുമ്മാന് കേൾക്കണില്ല, കിടക്കിര. അയാന് നിസ്കരിക്കുമ്പോൾ തൊപ്പി സുജൂദ് ചെയ്യുമ്പോൾ തൊപ്പി വീടാന് അത് എടുക്കാൻ പറ്റുമോ? സുജൂദ് ചെയ്യുമ്പോൾ അത് എടുക്കണേ? എടുക്കാൻ പറ്റുമോ? സുജൂദ് ചെയ്യുമ്പോൾ എന്തിനാ തൊപ്പി എടുക്കണേ? അല്ല, ഞാന് കഴിഞ്ഞ ജുമാക്ക് പള്ളിയിൽ പോയപ്പോ എന്റെ അടുത്തിരിക്കുന്ന പിന്നെ തൊപ്പി എടുത്ത്. അങ്ങനെ വേറൊരാള് നിന്റെ എടുക്കാൻ പറ്റും? അത് പറ്റില്ല കേട്ടാ, അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടാ. എന്തിനാ വേറെ ആള് നിന്റെ എടുക്കുന്നത്? അവന് തൊപ്പിയില്ലേ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇലാൻ. എന്റെ മാമന്റെ കൈയും കാലും പോയത്, അപ്പൊ എന്റെ മാമൻ ബെഡ് അല്ല കസേരയിൽ ഇരുന്ന് നിസ്കരിക്കല്, അതിന് പ്രശ്നമുണ്ടോ? ആ പ്രശ്നമൊന്നുമില്ല, വേണേ കടന്നിട്ടും നിസ്കരിക്കാം കേട്ടാ. കൈയും കാലും എങ്ങനെയാ പോയത്? ട്രെയിനിൽ ചാടിക്ക. ട്രെയിനിൽ നിന്ന് ചാടിയേ? എന്തിന്? ട്രെയിന് മാറി. ഓക്കെ, നമുക്ക് തമാശയാണ്, പക്ഷെ സംഭവിച്ച ആലോചിച്ച് നോക്ക്. ഓരോ ജീവിതത്തില് അബദ്ധം ചെയ്തതിന് ഒരു ട്രെയിനിൽ കയറി. ഓക്കെ, ട്രെയിനിൽ കയറിയപ്പോഴാണ് ട്രെയിൻ മാറിപ്പോയല്ലോ അല്ലേ. ഉടനെ ഓടുന്ന ട്രെയിനിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ചാടി. അത് അവിടെ എത്തിയിട്ട് തിരിച്ചു ചെന്നാൽ മതി അല്ലേ. ഓക്കെ, തമാശയാണെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. റൈറ്റ്, അപ്പൊ അത് കാക്കട്ടെ. ദുആ ചെയ്യാം. അള്ളാഹുവെ ഞങ്ങളെ കാക്കണേ അല്ലാ, അപകടങ്ങളിൽ നിന്നൊക്കെ കാക്കണേ അല്ലാ, രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. രോഗങ്ങളൊന്നും ഇല്ലാതെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതൊക്കെ ഷിഫയാക്കണേ അല്ലാ. അള്ളാഹുവെ ആലിമാക്കണേ അല്ലാ. നല്ല മനുഷ്യനായിട്ട് ജീവിച്ച് മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ചെയ്ത ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്തു തരണേ അല്ലാ. നിസ്കാരം വിട്ടുപോയത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു തരണേ അല്ലാ. 5 നേരം ഒരു മടിയില്ലാതെ നിസ്കരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ.
അള്ളാഹുവെ വൃത്തിയുള്ളവരാക്കണേ, വൃത്തിയുള്ള ശരീരവും വൃത്തിയുള്ള മനസ്സും ഉള്ളവരാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.